നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് സമരം നടന്ന ആശാ വർക്കേഴ്സും വരികയാണ്. ആശാ വർക്കേഴ്സിൻ്റെ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അവരുടെ വരവ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിയുടെ നേതൃത്വത്തിലുള്ള ആശാ വർക്കേഴ്സ് സംഘമാണ് നിലമ്പൂരിലെത്തുക. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. നിലമ്പൂരിലേക്ക് കൂടി ആശാ വർക്കേഴ്സ് എത്തുന്നു. ആ സമരത്തിന്റെ വ്യാപ്തി നിലമ്പൂരിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ആശാ വർക്കേഴ്സിന്റെ ലക്ഷ്യം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 120-ാം ദിവസത്തിലാണ്. അതിനിടയിലാണ് ഇവർ ഒരു സമരയാത്ര കേരളത്തിലേക്ക് മുഴുവൻ സമരയാത്ര ആരംഭിച്ചത്. ആ സമരയാത്ര ഇന്ന് 36-ാം ദിവസത്തിലും പത്തനംതിട്ട ജില്ലയിലുമാണ്. ഇനി കൊല്ലവും തിരുവനന്തപുരവും കൂടി മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ ജില്ലകളും ഈ ആശാ വർക്കേഴ്സ് സമരയാത്രയുടെ ഭാഗമായി സന്ദർശിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ഈ മാസം 12-ന് ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് നിലമ്പൂരിലേക്ക് കൂടി എത്തുന്നത്. സമരത്തെയും ആശാ വർക്കേഴ്സിനെയും അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവർ നിലമ്പൂർ സന്ദർശിക്കുക. നിലമ്പൂരിലെ വോട്ടർമാരെ നേരിൽ കണ്ടും വീട് കയറിയും സർക്കാരിനെതിരെ പ്രചരണം നടത്തും എന്നുള്ളതാണ്. സ്വാഭാവികമായും സർക്കാരിനെതിരെ പ്രചരണം നടത്തുമ്പോൾ ആർക്ക് വോട്ട് നൽകണം എന്ന് പറയും എന്നുള്ളതിലൊരു ആകാംക്ഷയുണ്ട്. അത് അവർ ആർക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രധാനമായും PV അൻവർ ഈ സമരവേദി സന്ദർശിച്ചിരുന്നയാളാണ്. ഒപ്പം തന്നെ UDF നേതാക്കൾ നിരുപാധിക സമരത്തിന് പിന്തുണ കൊടുക്കുകയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പലതവണ സമരവേദിയിലേക്ക് എത്തുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും UDF സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിച്ചാവും ഇവർ എത്തുക എന്ന സൂചനയുണ്ട്. പക്ഷേ ചിലർ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും വോട്ടഭ്യർത്ഥിക്കാനില്ല, പകരം സർക്കാരിന് വോട്ട് ചെയ്യരുത്, LDF വോട്ട് ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. നിലവിൽ എന്തായാലും ഈ സമരയാത്ര ഇന്നിപ്പോൾ 36-ാം ദിവസത്തിലാണ്. 120 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ സമരം. അതിനിടയിൽ പലതവണ രാഷ്ട്രീയ ആരോപണങ്ങളും ഈ സമരക്കാർക്ക് നേരെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ സ്പോൺസേഡ് സമരമാണെന്നും BJPയുടെ സ്പോൺസേഡ് സമരമാണെന്നും ഒക്കെയുള്ള പലവിധത്തിലുള്ള ആക്ഷേപങ്ങൾ അവർ കേട്ടതാണ്. അതിനിടയിലാണ് ഒരു തിരഞ്ഞെടുപ്പിലേക്ക്, ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലേക്ക് കൂടി ഈ സമരക്കാർ പോകുന്നത്. അത് ഈ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാകും നിലമ്പൂരിലേക്ക് എത്തുകയും ചെയ്യുക. SKN.